ഹായ് ഹലോ എല്ലാവർക്കും ഡി വി ഡിസൈൻസ് ബൈ വിദ്യയിലേക്ക് സ്വാഗതം. ഞാൻ വിദ്യ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഫ്രെയിമിൽ എങ്ങനെയാണ് ക്ലോത്ത് അറ്റാച്ച് ചെയ്യുന്നതെന്നും അതുപോലെ ഈ ഫ്രെയിം നമ്മളെങ്ങനെയാണ് ആരി സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്യുന്നതെന്നുമാണ് നോക്കാൻ പോകുന്നത്. ഇത് മിക്കവാറുള്ള എല്ലാവർക്കും അറിയായിരിക്കും, എങ്കിലും അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കാണുക. ഇത് 18-ാം നമ്പർ ഫ്രെയിമാണ്. ഈ സ്റ്റാൻഡ് 16ഉം 18 നമ്പറിലും ഈ സ്റ്റാൻഡ് അവൈലബിൾ ആണ്. നമുക്ക് 18 ആയിരിക്കും നല്ലത്. ബ്ലൗസിൻ്റെയൊക്കെ ഫുള്ളായിട്ടുള്ള സ്റ്റിച്ചിങ്ങൊക്കെ ഇതിൽ ചെയ്യണമെങ്കിൽ 18-ാം നമ്പർ ഫ്രെയിമും സ്റ്റാൻഡ് തന്നെ വാങ്ങണം. 16 നമ്പർ വാങ്ങിച്ചിട്ട് വലിയ പ്രയോജനമില്ല. ഈ 2 സ്റ്റാൻഡാണ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ കാണുന്ന സ്ക്രൂ ആണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ ടൈറ്റാക്കുകയും ലൂസാക്കുകയും ചെയ്യുന്നത്. ഇപ്പം ഞാൻ ക്ലോത്ത് വെച്ച് കാണിച്ചു തരാം. ഇതൊരു ബ്ലൗസിൻ്റെ നെക്ക് അടയാളപ്പെടുത്തിയ ക്ലോത്താണ്. എന്താ ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, അടിയിലത്തെ അതായത് അതിൻ്റെ സ്ക്രൂ ഇല്ലാത്ത ഫ്രെയിം അടിയിൽ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ ക്ലോത്ത് വിരിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ വിരിച്ചു കൊടുത്ത ശേഷം നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ഈ സ്ക്രൂ ഉള്ള ഫ്രെയിം അതിൻ്റെ ആ ഒരു സ്ക്രൂ ലൂസാക്കിയതിന് ശേഷം അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം എന്ത് ചെയ്യുന്നു, ഈ ഫ്രെയിം അതിലേക്ക് അറ്റാച്ച് ചെയ്ത് നമ്മൾ കണ്ടോ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ അറ്റാച്ച് ചെയ്ത് സ്ക്രൂ കുറച്ച് ടൈറ്റ് ആക്കണം. അതുപോലെ ഈ ക്ലോത്തും പയ്യനെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, വലിച്ച് പിടിക്കുന്നു. ഈ വലിച്ച് പിടിക്കുന്നതനുസരിച്ച് ആ സ്ക്രൂ എന്ത് ചെയ്യണം, ടൈറ്റാക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ ഇത് നന്നായിട്ട് ടൈറ്റാക്കിയതിന് ശേഷം ഫ്രെയിം രണ്ടും യോജിച്ച് തന്നെ ഇരിക്കുന്നതെന്ന് നോക്കിയിട്ട് വേണം ടൈറ്റാക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഇതുപോലെ ടൈറ്റാക്കി നന്നായിട്ട് ടൈറ്റാക്കി വയ്ക്കുക. അതായത് നല്ല ഇറുക്കിയല്ല, ജസ്റ്റ് ഒന്ന് ടൈറ്റാക്കിയതിന് ശേഷം ജസ്റ്റ് ക്ലോത്ത് എല്ലാ സൈഡും പയ്യനെ എന്ത് ചെയ്യുക, നമ്മൾ പയ്യെ ഇങ്ങനെ വലിച്ച് പിടിക്കുക. നല്ല രീതിയിൽ വലിച്ച് പിടിക്കില്ല, അത് ഡാമേജ് വരും. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ചെറുതായിട്ട് ഒന്ന് വലിച്ച് എല്ലാ സൈഡും ഒന്ന് വലിച്ച് പിടിക്കുക. അപ്പോഴത്തേക്ക് അതെന്ത് ചെയ്യും, കുറച്ചുകൂടെ ടൈറ്റ് ആവും. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ കുറച്ചുകൂടെ ടൈറ്റാക്കിയതിന് ശേഷം ഇതേ മെത്തേഡിൽ തന്നെ ചെയ്ത് നോക്കുക. അപ്പം ലാസ്റ്റ് എന്ത് ചെയ്യും, നമ്മുടെ ഫ്രെയിം കറക്റ്റായിട്ട് ഇങ്ങനെ ആക്കി വരുമ്പോൾ ഫിക്സായി ഇരുന്നോളും. നമ്മളിങ്ങനെ കൊട്ടുമ്പോഴത്തേക്ക്, അതായത് ഈ ഫ്രെയിമിൻ്റെ അതായത് ഈ ക്ലോത്തിൻ്റെ പുറത്ത് കൊട്ടുമ്പോഴത്തേക്ക് നല്ലൊരു ഡം എന്ന് പറഞ്ഞ ഒരു സൗണ്ട് കേൾക്കും. അപ്പോൾ നല്ല ടൈറ്റായെന്നാണ് അർത്ഥം. ഇത് നന്നായി ടൈറ്റായിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ത്രെഡ് മുകളിലേക്ക് വരികയുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ എന്ത് ചെയ്തു, അപ്പം നല്ല ടൈറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ ഫ്രെയിം ക്ലോത്തിൽ അറ്റാച്ച് ചെയ്യുന്നത്. ഇനി നമുക്കടുത്ത് സ്റ്റാൻഡ് പരിചയപ്പെടാം. ഇതാണ് സ്റ്റാൻഡ്. കണ്ടോ, ഇത് 18-ാം നമ്പർ സ്റ്റാൻഡാണ്. 16ഉം അവൈലബിൾ ആണ്. നമ്മൾ ഏത് ഫ്രെയിമാണോ വാങ്ങുന്നത് ആ കണക്കിന് സ്റ്റാൻഡ് വാങ്ങുക. അതുകൊണ്ട് ഈ കാണുന്ന ഹുക്കുകൾ 4 സൈഡുമുണ്ട്. ഇതിൻ്റെ പുറത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്രെയിം വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതിലുള്ളത്, ഇത് നമുക്ക് അഴിച്ച് വെക്കാനൊന്നും പറ്റില്ല, കാലെല്ലാം ഫിക്സ്ഡ് ആണ് അതിൻ്റെ. അതുപോലെ പിന്നെ അടുത്തുള്ളത് സ്ക്രൂ ആണ്. കണ്ടോ, ഈ കാണുന്ന സ്ക്രൂ ടൈറ്റാക്കുകയും, അതായത് നമ്മൾ ഫ്രെയിം വെച്ചിട്ട് ടൈറ്റാക്കി കൊടുക്കുകയും ഇളക്കാൻ നേരത്ത് ലൂസാക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഇതൊന്ന് അതിൽ ഫിക്സ് ചെയ്ത് നോക്കാം. കണ്ടോ, ഈ കാണുന്ന പോലെ നമ്മൾ ക്ലോത്ത് എല്ലാം അതിനകത്തേക്ക് ഇട്ട് അതുപോലെ ഈ ഫ്രെയിം ജസ്റ്റ് ഒന്ന് അതിൽ വെക്കണം. പിന്നെ അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കണം, അതായത് സ്റ്റാൻഡിൻ്റെ ഹുക്ക് ഭാഗം ഉണ്ടല്ലോ, സ്ക്രൂവിൻ്റെ ഭാഗം, അവിടെ തന്നെയാണ് ഈ ഫ്രെയിമിൻ്റെ സ്ക്രൂവിൻ്റെ ഭാഗവും വെക്കേണ്ടത്. വെച്ചതിന് ശേഷം നന്നായിട്ട് അത് ഇരുന്നതിന് ശേഷം എന്ത് ചെയ്യുക, ഈ സ്ക്രൂ നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് നല്ല ഇറുകി ഇരിക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക, ടൈറ്റാക്കി കൊടുക്കുക. അപ്പോഴത്തേക്ക് ഈ ഫ്രെയിം എന്ത് ചെയ്യും, ഫിക്സ് ആയിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തുള്ള ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, ഇതിൻ്റെ പുറത്ത് തന്നെ ബീഡ്സ് വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. അതവിടെ തന്നെ ഇരുന്നോളും. നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം ബീഡ്സ് ചെറുതായിട്ടൊന്ന് അവിടെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് എടുത്ത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സ്റ്റാൻഡ് ഫ്രെയിമിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തൊന്ന് പറയാൻ പോകുന്നതെന്ന് എന്തെന്ന് വെച്ചാൽ,
ഫ്രെയിമൊക്കെ ഫിറ്റ് ചെയ്യുന്നത് കണ്ടപ്പോഴത്തേക്ക് നന്ദൂസിനെ സഹിച്ചില്ല. അവിടെ നിന്ന് വന്ന് ജസ്റ്റ് ഒന്ന് തൊട്ടൊക്കെ നോക്കി ക്യാമറയിലൊന്ന് കൈയൊക്കെ കാണിച്ച് അങ്ങനെ അവൾ കുറച്ച് നേരം ഇന്ന് അങ്ങനെ കളിച്ചു. അതിനുശേഷം അവൾ കളിക്കാൻ പോയി. അപ്പോഴാണ് വീണ്ടും ബാക്കി ഞാൻ എടുത്തത്. ഇതാ കണ്ടോ, ഇത് കഴിഞ്ഞ് എക്സസൈസ് കിടക്കുന്ന ഈ ക്ലോത്ത് ഉണ്ടല്ലോ, നമുക്ക് ഈ ബാലൻസ്, അതായത് നെക്ക് ചെയ്തിട്ട് ബാലൻസ് ഉള്ള അടുത്ത നെക്കോ സ്ലീവോ ചെയ്യേണ്ട ക്ലോത്താണ് ഇതിങ്ങനെ തറയിൽ കിടക്കുന്നത്. അപ്പോൾ അതിങ്ങനെ തറയിൽ കിടക്കുമ്പോൾ തറയിൽ പൊടിയൊക്കെ പറ്റുകയും അതുപോലെ ഡാമേജ് ആകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ ചുരുട്ടി എടുക്കണമെന്നല്ല, ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്ത ശേഷം പിന്നോ അല്ലെങ്കിൽ മറ്റേ മുട്ടിപ്പിന്ന് പോലത്തെ എന്തെങ്കിലും വെച്ച് അതിനെ ഒന്ന് സേഫായി ഇതുപോലെ വെക്കുക. അതുപോലെ 4 സൈഡ് ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്തെടുക്കുക. അതാകുമ്പോൾ നല്ല സേഫ്റ്റി ആയിട്ട് നല്ല ഇതായിട്ട് അത് ഇരുന്നോളും. കണ്ടു, ഇതുപോലെ എല്ലാം കൂടെ വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സ്റ്റാൻഡും ഇതുപോലെ തന്നെ 2 ഉണ്ട്. ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നത് സ്റ്റാൻഡിൻ്റെ കാലുകൾ ഇളക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന സ്റ്റാൻഡ്, അതിൻ്റെ കാലുകൾ കണ്ടോ സെപ്പറേറ്റ് ഇളക്കാൻ സാധിക്കും. അങ്ങനെ 2 ഐറ്റം ഫ്രെയിമുകൾ അവൈലബിൾ ആണ്. നമ്മുടെ ഫ്ലിപ്കാർട്ടിലൊക്കെ ആ സ്റ്റാൻഡ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ തുറന്നുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.